വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വനത്തിനുള്ളിൽ വഴിതെറ്റിയതുമൂലം കാണാതായി എന്ന നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ വാസ്തവമില്ലെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. ബീറ്റിനായി പോയ ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് ക്ഷീണം അനുഭവപ്പെട്ടതുമൂലം തിരികെ എത്താൻ സാധിക്കാതിരുന്നതാണ് സംഭവമെന്നും ഇവരെ പിറ്റേ ദിവസം രാവിലെ തന്നെ തിരികെ എത്തിച്ചുവെന്നും നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള നഗരംപാറ ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നേര്യമംഗലം റേഞ്ച് നഗരംപാറ ഫോറസ്റ്റ് സ്റ്റേഷനിലെ 8ഓളം ജീവനക്കാർ വനത്തിൽ കുടുങ്ങിപ്പോയി എന്നൊരു വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ചൊവ്വാഴ്ച മുതൽ പലതരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലടക്കം പരക്കുകയുണ്ടായി. എന്നാൽ ഇത് സംബന്ധിച്ച കൃത്യമായ ഔദ്യോഗിക വിശദീകരണങ്ങളുമായി ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അനീഷ് KC നമുക്കൊപ്പമുണ്ട്. സാർ നൽകിയിരിക്കുന്ന വിശദീകരണത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ച രാവിലെ 8:30 ഫീൽഡിൽ ഭക്ഷണത്തിന് ശേഷം ഫീൽഡിൽ പോയി. അത് ആവശ്യത്തിന് കുടിക്കാൻ വെള്ളം എടുത്തിട്ട് ഫീൽഡിൽ പോയി. ഇവിടുന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ അകലെയുള്ള ഓഡിറ്റ് 4 എന്നുണ്ട് KCBയുടെ കൊടുത്ത ലീസ് ഭൂമിയാണ്. ആ ഓഡിറ്റ് 4ന് മുകളിൽ ഇവിടുത്തെ വണ്ടിയിൽ കൊണ്ടിറക്കിയിട്ട് നടന്നു. കുന്നിൻ പ്രദേശമാണ്. മണ്ണിയം, ഇടത്തന, കോടക്കല്ല് എന്ന വഴി നടന്നു. കുറച്ച് ദൂരമുണ്ട്. നടന്ന് ഏകദേശം ഞങ്ങൾ കരുതിയ ഒരു 3 മണിയാകുമ്പോഴേക്ക് ഫീൽഡിൽ തിരിച്ച് 3 അല്ലെങ്കിൽ 4 മണിക്ക് മുന്നേ എത്താമെന്നുള്ള രീതിയിൽ വെള്ളം മാത്രമാണ് എടുത്തത്. മാക്സിമം 3 മണി 3:30 എത്താൻ പറ്റും. അങ്ങനെയാണ് ഇവിടുത്തെ ഫീൽഡ്. കാരണം ചുരുങ്ങിയത് ഒരു ബീറ്റിലുള്ള സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു 6 മണിക്കൂർ 16 കിലോമീറ്ററും 6 മണിക്കൂറും ഫീൽഡ് സഞ്ചാരം നടത്താനാണ് കണക്ക്. അത് പ്രകാരം ഇങ്ങനെ നടന്നു വന്ന ഉടനെ ഞങ്ങൾ 8 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു ടീം മുന്നിൽ, ഞാനടങ്ങുന്ന ഒരു ടീം മുന്നിൽ കുറച്ച് മുന്നേ നടന്നു. പുറകിൽ വേറൊരു ടീമും ഉണ്ടായിരുന്നു. ഒരു കൊടകല്ല് കഴിഞ്ഞ് അതിൻ്റെ കുന്നിൻ്റെ താഴെ വെച്ചിട്ട് ഇവർ സ്ലോ ആയിട്ടുള്ള, അവർക്ക് എല്ലാവർക്കും ഫീൽഡ് അറിയുന്നതാണ്. 3 വർഷത്തിലും 2 വർഷത്തിലും മേലെ 2.5 വർഷത്തിനും മേലെ സർവീസുള്ള ജീവനക്കാരാണ്. ഫീൽഡ് അറിയാവുന്നതാണ്. എൻ്റെ കൂടെ പലവരുടെയും കൂടെ ഫീൽഡിൽ അതുവഴി വന്നവരും കൂടിയാണ്. അപ്പോൾ അവർ കുറച്ച് മെല്ലെയാണ് നടന്നു വരുന്നത്. അവരോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പോകുന്നത് അവർക്ക് അറിയാവുന്നതാണ്, വേഗത്തിൽ ഞങ്ങൾ പോവാണ്, അവർ മെല്ലെ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നടന്നു വന്നു. ഞങ്ങൾ ഈ സ്റ്റേഷൻ്റെ മുകളിലുള്ളൊരു ചെമ്പൻകുഴി ടോപ്പ് വഴി, കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, അതുവഴി ഇടയ്ക്ക് ഇറങ്ങി വരുന്നതാണ്. ആ വഴി ഇറങ്ങി വരുമ്പോഴേക്കും ഞങ്ങൾ ഒരു 4 മണി 4:30 മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 4:30 മുന്നേ എത്തി. അപ്പോൾ അവർ ഒരു 5 മണി 5:30 എത്തുന്നതാണ് ഞങ്ങൾ കരുതിയത്. പിന്നീട് അവരോട് ചോദിച്ചപ്പോൾ അവർ ഈ വഴി അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും വേറെ ഈ സ്റ്റേഷന് മുകളിലുള്ള പൊട്ട എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെയാണ് ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇവിടെയുള്ള സ്റ്റേഷനിൽ തന്നെ സ്റ്റാഫ് പലതവണ കോൺടാക്ട് ചെയ്തു. പൊട്ട വഴി വരുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് 6:40 ആകുമ്പോഴാണ് ഇവർ പറയുന്നത് അവർ വഴി തെറ്റി വനത്തിൽ കുടുങ്ങി ഒരു പാറയുടെ മുകളിൽ കയറി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അതായത് ഒരു 5:30-6 മണി ആ സമയത്ത് മഴ പെയ്തിരുന്നു. ചെറുതായിട്ട് ഒരു മീഡിയം ലെവലിൽ മഴയും പെയ്തു, മഞ്ഞുണ്ടായി. അങ്ങനെ വഴി മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചതിന് ശേഷം അവരോട് ഫോൺ വിളിച്ചു. ഫോൺ റേഞ്ചിലുള്ള സ്ഥലമായിരുന്നു. കൃത്യമായി ഫോണിൽ കിട്ടുന്നുണ്ട്. അവരെ ലൊക്കേഷൻ അടക്കം അയച്ചു തന്നതിന് ശേഷം ഞാൻ ഇവരെ റേഞ്ച് ഓഫീസറെ അറിയിച്ചു. റേഞ്ച് ഓഫീസറും സ്റ്റേഷനിലെത്തി ഇവിടുത്തെ ഉള്ള 4 സ്റ്റാഫുകളെ, ഈ വനത്തിന് പാറയ്ക്ക് മുകളിൽ നിൽക്കുന്ന വിശ്രമത്തിൽ നിൽക്കുന്ന 4 സ്റ്റാഫുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് വീണ്ടും ഒരു 4 സ്റ്റാഫിന് കൂടി ഒരു 7 മണിക്ക് ശേഷം, രാത്രി 7 മണിക്ക് ശേഷം അയക്കുകയും ഒരു 9:20 9:15 ആകുമ്പോൾ അവരവിടെ എത്തിയിട്ട് വെള്ളം നൽകി, ബിസ്ക്കറ്റ് അടക്കമുള്ള സാധനം നൽകി അവരെ കണ്ടെത്തി അവർക്ക് വേറൊന്നും പ്രശ്നമില്ല എന്ന് അറിയിച്ചു. എന്നിട്ട് അവർ നടക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേങ്കിൽ അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആയതിനാൽ രാത്രി കൂടിയാണ്, അതുകൊണ്ട് ആനകൾ ചിലപ്പോൾ ഉണ്ടാവാൻ വഴിയിൽ. അതൊക്കെ കാരണം അവർ അന്ന് വരുന്നില്ലെന്ന് തീരുമാനിക്കുകയും പിറ്റേ ദിവസം രാവിലെ നേരം പുലർന്നതിന് ശേഷം മാത്രം തിരിച്ചെത്തിയാൽ എത്തുന്നതായിരിക്കും എന്ന് തോന്നിയത് ആ സംഘത്തിന്. അത് അപകടത്തിൽപ്പെട്ട അവിടെ വനത്തിൽ കുടുങ്ങിപ്പോയ 4 പേര് അങ്ങനെ തീരുമാനിക്കുകയും പിറ്റേ ദിവസം രാവിലെ മാത്രമേ അവർ വരുന്നുള്ളൂ എന്ന് അവരറിയിച്ചു. അതുപ്രകാരം ഇവിടുന്ന് അവരെ കണ്ടെത്താൻ പോകുന്ന 4 ടീമടക്കം 8 പേര് അവിടെ താമസിച്ചു. അവർ കുടുങ്ങിപ്പോയിട്ടില്ല. അവരായിട്ട് സ്ഥിരമായിട്ടുള്ള ഫോൺ മുഖാന്തരം സംസാരിച്ചിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല.
കുറച്ച് കഴിഞ്ഞിട്ട് പുലർച്ചെയാകുമ്പോൾ അവർ തിരിച്ചിറങ്ങുമെന്ന് അറിയിച്ചതിന് ശേഷം അടുത്ത ഈ വിവരം റേഞ്ച് ഓഫീസർ DFOയെ റീക്വലും ചെയ്യും. അങ്ങനെ DFOയുടെ റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം പുലർച്ചെ വീണ്ടും ഒരു സംഘത്തെ കൂടി അയക്കാൻ വേണ്ടി തീരുമാനിച്ചു. പുലർച്ചെ 3:30 മണിയോടുകൂടി റേഞ്ച് ഓഫീസർ വിളിച്ച് അങ്ങനെ ഇവിടുത്തെ 3 സ്റ്റാഫ് ഈ റേഞ്ചിന് കീഴിലുള്ള വേറെ 2 സ്റ്റേഷനുണ്ട്, വാളറ, ഇഞ്ചത്തൊട്ടി സ്റ്റേഷനുകളുണ്ട്. ഈ 2 സ്റ്റേഷനിലുള്ള 6 സ്റ്റാഫും കൂടി ആകെ 9 സ്റ്റാഫുകൾ വെള്ളം, ഭക്ഷണം, എല്ലാ സംവിധാനം, അവരെന്തെങ്കിലും ക്ഷീണിതരാണെങ്കിൽ അവരെ ഇറക്കാനുള്ള എല്ലാ സംവിധാനമായിട്ട് പുലർച്ചെ 4 മണിക്ക് പോയി അവരെ കണ്ടെത്തി. എല്ലാവരും സേഫാണ്, ആർക്കും ഒരു പ്രശ്നമില്ല. ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, എല്ലാവരും നല്ല ഓക്കെ ആയി. അതിനുശേഷം അവരെ മെല്ലെ തിരികെ എത്തിച്ച് രാവിലെ 8 മണിയാകുമ്പോൾ ഇവർ തിരികെ എത്തിയതിന് ശേഷം ഈ 4 പേരെയും കൂട്ടിയിട്ട് ആശുപത്രിയിൽ പോയി. ഡോക്ടർ അവരെ പരിശോധിച്ചു. അതിലൊരാൾക്ക് ഷുഗർ ഉണ്ടായിരുന്നു. എല്ലാ പ്രശ്നം മാറ്റി ഡ്രിപ്പ് കൊടുത്തു. എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് അടക്കം തന്നു. അവർ തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിൽ അവർ 8 പേര് കുടുങ്ങിയെന്നാണ് വാർത്ത പലതും കേട്ടത്. ആക്ച്വലി 4 പേര് മാത്രമേ ഇവിടെ ഒറ്റപ്പെട്ടു പോയിട്ടുള്ളൂ. അവരെ കൃത്യമായ സമയത്ത് ഫോണിൽ മുഖാന്തരം വിളിച്ച് അവിടെ ലഭ്യമായിരുന്നു എന്ന് മെസ്സേജ് കിട്ടിയിരുന്നു. എല്ലാവരും തിരിച്ചെത്തി, ആർക്കും ഒരു ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. നഗരമ്പാറ ഫോറസ്റ്റ് ഓഫീസിന്റെ പരിധിയിൽ പകുതിയും ഇടുക്കി ജില്ലയും ബാക്കി എറണാകുളം ജില്ലയുമാണ്. 22 ജീവനക്കാരാണ് ഇവിടെ ആകെയുള്ളത്. വന്യമൃഗശല്യമേറെയുള്ള ജനവാസ കേന്ദ്രങ്ങളാണ് നഗരമ്പാറ ഫോറസ്റ്റ് ഓഫീസിനെ ചുറ്റിപ്പറ്റിയുള്ളത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളും ഇവിടെ നിലവിലുണ്ട്. ഈ സാഹചര്യത്തിലും പരിക്കുകളില്ലാതെ വനത്തിലകപ്പെട്ട ജീവനക്കാരെ തിരികെ എത്തിക്കാൻ അധികൃതർക്ക് സാധിച്ചു. ക്യാമറമാൻ അപ്പു സുരേന്ദ്രനൊപ്പം മോഹൻ എബ്രഹാം, KCV ന്യൂസ്, കോതമംഗലം.